ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ടൈലറിംഗ് ക്ലാസ് നമ്പർ 49 ആണ്. അപ്പോൾ കുറച്ച് 3-4 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തത് ഒന്നും കൊണ്ടല്ല, മക്കളുടെ എക്സാം തിരക്ക് ഒക്കെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് സ്കൂൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്രിസ്മസ് കുർത്തിയാണ് ടൈലറിംഗ് ക്ലാസ് നമ്പർ 49. 2.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഹക്കോബ മെറ്റീരിയൽ കേട്ടോ, അത് പ്രിൻറ്റഡ് ഹക്കോബ. ഓക്കെ, അപ്പം ക്രിസ്മസിൻ്റെ കുർത്തിയാണ്. മെഷർമെൻ്റ് ഒക്കെ നോക്കിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ 6 ഇഞ്ച് ഷോൾഡർ, ഇത് എക്സൽ സൈസിലാണ് ചെയ്യുന്നത്. 6.5 ഇഞ്ച് ആം ഹോള്. ഓക്കെ, പിന്നെ ചെസ്റ്റ് 12, വേസ്റ്റ് 11. ഓക്കെ, അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെസ്റ്റ് 12 എടുക്കുന്നില്ല, 11.5 എടുക്കുന്നുള്ളൂ. വേസ്റ്റ് 10.5 എടുക്കുന്നുണ്ട്. എയർലൈനായിട്ടാണ് വരുന്നത്. സ്ലീവ് വെറൈറ്റി ആണതിൽ. സ്ലീവിൽ നമ്മൾ ഇതുവരെ ഇങ്ങനൊരു സ്ലീവ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ രീതിയിൽ സ്ലീവ് ചെയ്തിട്ടില്ല. നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ക്രിസ്മസ് സ്പെഷ്യലാണ്. അപ്പോൾ 11.5 നമ്മളെ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഷെയർ ചെയ്യണേ. നാളെ തന്നെ മിക്കവാറും ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ 10th ഒക്കെ എക്സാമാണ് മക്കൾക്ക്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേസ്റ്റ് എടുക്കാനായിട്ട് ടോപ്പിൽ നിന്നും 14 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വണ്ണം നമ്മൾ എത്ര എടുക്കേണ്ടത്? വണ്ണം 10.5 എടുക്കേണ്ടത്. ആദ്യം 14 മാർക്ക് ചെയ്യുക, പിന്നെ അതിന് ശേഷം അതിൻ്റെ വണ്ണം നമ്മൾ 10.5 എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഹക്കോബ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ഇതാണ് പ്രിൻറ്റഡ് ഹക്കോബ അല്ലേ. നേരത്തെ പ്ലെയിൻ ഹക്കോബയാണ്, ഇത് പ്രിൻറ്റഡ് ഹക്കോബയാണ് കേട്ടോ. അപ്പോൾ പ്ലെയിനൊക്കെ ഹക്കോബയെക്കാട്ടും കുറച്ചുകൂടി നല്ലത് പ്രിൻറ്റഡ് ഹക്കോബയാണ്. അപ്പം നമുക്ക് കുറച്ച് ഇതിലൊക്കെ എന്താ പറയുക, ലേസ് അങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ച് കൊടുക്കാം നോർമലി പ്രിൻറ്റഡ് ഹക്കോബ ആകുമ്പോൾ. ലെങ്ത്ത് ഞാൻ അത്രയും ലെങ്ത്ത് എടുക്കേണ്ട, ഒരു 44-45 ഇഞ്ചോളം ലെങ്ത്ത് ഞാൻ എടുക്കേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ തുണി അടിയിൽ ഈക്വൽ അല്ല. ചെസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ ഇടന്ന് ഞാനിത് ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വെറൈറ്റി ഉണ്ട് ഇതിൽ. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇത്. ഇപ്പോഴത്തെ ഒരു ഫാഷൻ ട്രെൻഡി സ്ലീവാണ്. നമ്മൾ ഇതുവരെ ഇതിനെ മുന്നേ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ സ്ലിറ്റിലും ചെയ്യാം, എ ലൈനിലും ചെയ്യാം ഈ ഒരു കുർത്തി. ഓക്കെ, അപ്പോൾ അതേ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എ ലൈൻ ടൈപ്പിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നോക്കിക്കേ, കൈക്കുഴിയുടെ നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം 10.5 വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ വണ്ണം 10.5ആണ്. പക്ഷേ ഇതിലൊരു പഫും കൂടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് അടിയിൽ ബാൻഡും വേറെ വരുന്നുണ്ട്, പഫും വരുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ തുണി ഇതാണ്, അടിവശത്തുള്ളത് നമ്മൾ കറക്റ്റാക്കി വെക്കുക. ഓക്കെ, അപ്പം ഞാൻ എന്നിട്ട് ഇതിന് കൊടുക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ച് ലെങ്ത്താണ് സ്ലീവിന് നമുക്ക് കൊടുക്കുന്നത്. എത്ര ലെങ്ത്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കുക. കുറച്ച് ഷോർട്ടാണെങ്കിൽ ഇത് ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ 2 സ്ലീവിനുള്ള മെറ്റീരിയൽ നമുക്കിതിലുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ശരിക്കും നമുക്ക് വേണ്ട 10 ആണ്. അപ്പം ഞാനിപ്പോൾ ഇതിൽ ഒരു 8 ഇഞ്ചോളം നമുക്ക് നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണോ ആ രീതിക്ക് നമുക്കനുസരിച്ച് എടുക്കാവുന്ന. അപ്പോൾ ഞാനൊരു 10 ഇഞ്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 ഇഞ്ചിൽ നമുക്ക് ഒരു 8 ഇഞ്ചോളം നമുക്കിത് ഇതുപോലെ എടുക്കാം. 8ഉം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ടേപ്പ് ഞാൻ ഒരു 8.5-ലാണ് വെച്ചിരിക്കുന്നത്. ടേപ്പ് 8.5 വെച്ചിട്ട് മാർക്ക് ചെയ്യണം. ലെങ്ത്ത് 8.5. അപ്പം നമുക്ക് മൊത്തം സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 10 ഇഞ്ച്. അതിലിപ്പോൾ ഒരു 8 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അപ്പം അത് നമ്മൾ 8.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ കൈക്കുഴിയുടെ വണ്ണം എടുത്തില്ലേ 10.5, അപ്പോൾ ആ വണ്ണമാണ് നമുക്ക് 10.5 വണ്ണമെങ്കിലും നമ്മളിതിൽ പഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലൊരു 15 ഇഞ്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കൈക്കുഴിയുടെ വണ്ണം 10.5ആണ്, പക്ഷെ പഫ് വരുന്നതുകൊണ്ട് 15 ഇഞ്ച് മേളിലും താഴെയും കൊടുക്കണം കേട്ടോ. ഓക്കെ, അത് കുറയ്ക്കരുത്. 15 ഇഞ്ച് മേളിലും താഴെയും കൊടുക്കണം. 2 സ്ലീവിനുള്ള തുണിയാണ് നമുക്കിതിൽ മടക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 15 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെയും അത് തന്നെയാണ്, 15 ഇഞ്ച് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതങ്ങ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലൈൻ അങ്ങോട്ട് താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അടിയിൽ വേറെ ബാൻഡ് കൂടി വരുന്നുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ
ഇത് എളുപ്പത്തിലാണ് ഈ ഒരു സ്ലീവിൻ്റെ മെത്തേഡ് ഞാൻ കാണിക്കുന്നത്. ഇതല്ലാതെ വേറെ മെത്തേഡിലും ചെയ്യാം, പക്ഷേ സിമ്പിൾ മെത്തേഡിലാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ആ സ്ലീവ് ലെങ്ത് 8 എടുത്തല്ലോ, അതവിടെ കറക്റ്റായിട്ട് എവിടെ നിന്ന് വരണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ആ ഒരു പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ എന്തൊക്കെയാണ് മാർക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ് ലെങ്ത് 8.5 മാർക്ക് ചെയ്തു. അപ്പം ഈ തുണിയുടെ ലെങ്ത് ഇപ്പോഴത്തെ 8.5, തുണിയുടെ വിട്ട് വന്നിട്ട് മടക്കിയിട്ട് 15 ഇഞ്ച് ഉണ്ട്. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8.5 ഇഞ്ച് നീളവും വണ്ണം ഇതിന് 15 ഇഞ്ചും. ഇനി നമുക്ക് അടിയിൽ ബാൻഡാണ് വെക്കേണ്ടത്. അപ്പോൾ അതിന് ഒരു തുണി നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു തുണിയാണ്, രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. കണ്ടോളൂ, ഞാൻ എൻ്റെ വീതി പറഞ്ഞു തരാം കേട്ടോ. അതൊരു 5 ഇഞ്ചോളം ഉണ്ടാവും ഇതിന് വീതി. അപ്പോൾ മടക്കി വരുമ്പോൾ തയ്യൽ തുമ്പൊക്കെ പോകുമ്പോൾ 5 എന്നുള്ളത് നമ്മൾ ഈ തുണി അങ്ങോട്ട് മടക്കി, ഇതിപ്പം നമ്മൾ 4 മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കൈയിൻ്റെ റൗണ്ട് വരുന്നത് നമുക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ ഇത് 10 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ തുണി 4 മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 40 ഇഞ്ച് ഇതുള്ള തുണിയാണ് മടക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഒന്ന് കൂടി ഇറങ്ങി നിൽക്കുന്നുണ്ട്, ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഈ തുണിയുടെ വീതി എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ ഈ 5 നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മൊത്തം 10 ഇഞ്ചാണ്. 8.5 ഇഞ്ചിൽ നമ്മൾ 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ബാക്കി 2 ഇഞ്ചാണ് വേണ്ടത്. പക്ഷെ നമുക്കിതിൽ 4.5 അല്ലെങ്കിൽ 5 ഇഞ്ച് എടുക്കണം. നമുക്ക് തയ്യൽ തുമ്പൊക്കെ പോകും. അപ്പോൾ ഒരു 4.5 അല്ലെങ്കിൽ 5 നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൈയിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10.5 ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കൈയിൻ്റെ അടിയിൽ വരുന്നതാണ്. അടിയിൽ നമുക്ക് പഫ് കഴിഞ്ഞിട്ട് അടിയിൽ വരുന്ന ബാൻഡാണത്. അപ്പോൾ നമ്മുടെ ആക്ച്വൽ കൈയിൻ്റെ വണ്ണം എത്രയാണോ വരുന്നത് അതാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങ് മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ അത് 10 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. 4 മടക്കുമ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ 2 സ്ലീവിനും കൂടിയിട്ടാണ് നമ്മൾ മടക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇപ്പം മനസ്സിലാവില്ല. അതിപ്പോൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ എന്താണ് പറഞ്ഞാൽ നെക്ക് കട്ട് ചെയ്യണം. നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലും 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്തിട്ട് ഞാനൊരു യു ഷേപ്പ് കൊടുത്തിട്ട് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുന്നുണ്ട്. ഒരേ അളവിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, നെക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിനും ബാക്കിനും ഒരേ അളവിൽ നെക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. മിക്കവാറും നാളെ തന്നെ ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ക്രിസ്മസ് സ്പെഷ്യൽ കുർത്തിയാണ്. അതും ഇതിൻ്റെ പ്രിൻറ്റ് കണ്ട സാന്റാക്ലോസിൻ്റെ പ്രിൻ്റാണ് ഇതിൽ ഉള്ളത്. അപ്പം നോക്കിക്കും ഹക്കോബ. അപ്പം ഞാനിപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഹക്കോബ ഇപ്പോൾ ഒരു ട്രെൻഡാണ്, പ്രിൻറ്റഡ് ഹക്കോബ. അതൊക്കെ ഇതെന്ന് പറയുന്നത്. പിന്നെ അതേ 5 ഇഞ്ച് ഞാൻ നെക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം യു വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് അതും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ നെക്ക് സ്റ്റിച്ചിങ്, സ്ലീവ് സ്റ്റിച്ചിങ്, ഫുള്ളായിട്ടുള്ള പോർഷൻസും കൂടി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതങ്ങ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് സെപ്പറേറ്റ് ആയിട്ട്. അപ്പം ഇത് ടൈലറിംഗ് ക്ലാസ് നമ്പർ 49 ആണ്. അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് ഇടാത്ത വേറെ ഒന്നും കൊണ്ടല്ല, പിള്ളേർക്ക് എക്സാമാണ്, ട്വിൻസാണ്, 2 പേർക്കും 10ാം ക്ലാസ്സിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. പിന്നെ വീട്ടിൽ അരി ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്, അത് വേറെ. അപ്പോൾ ആ ഒരു വീട്ടിലെ പണികൾ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പോകാൻ ഏറ്റവും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ 2 വീഡിയോസ് ഡെയിലി ഇടാത്തത് കേട്ടോ. ക്ലാസ് നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഉണ്ടാകും. നെക്ക് ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.